ഹലോ കാർഡാട്ടിക്ക ഓ എനിക്ക് കുറവാണ് ഈ റേഷൻ കാർഡും കൊണ്ട് ചെല്ലാൻ ഓ ജാളിയാ കേട്ടോ മട്ടരി ഉണ്ട് പച്ചരി ഉണ്ട് നിങ്ങൾ ഇന്റെ ചാനൽക്ക് അപ്പം തുപ്പി യൂട്യൂബ് ചാനൽക്ക് റാഷിദ എവിടെ എവിടെ എൻ്റെ എത്താളെ മറ്റേടെ അരി പറ്റ കഴിഞ്ഞിക്കണോ റേഷൻ കാർഡ് അടിക്ക ഓ എനിക്ക് കുറവാണ് ഈ റേഷൻ കാർഡും കൊണ്ട് ചെല്ലാൻ തുരുമ്പിച്ച റേഷൻ കാർഡ് അല്ലേ ഇതിന്റെ നമ്പർ എടുത്ത് വെക്കണം കേട്ടോ മോളെ അത്ര നമ്പറൊന്നുമില്ലേ ആ ഓളെ പേരിലാണേ അതിന്റെ ഒരു മെയിൻ ആയാലുണ്ട് അതായത് ഓളാണ് ഞാൻ റേഷാപ്പത്തായിട്ട് അധികം വാങ്ങില്ലേ ഗൈസ് വാങ്ങിയാൽ ഓള് പറയും ചെലവും ഞാൻ നടത്തണം കുട്ടികളെയും ഞാൻ നോക്കണം എന്നൊക്കെ പറയാണ്ട് ആ ഓളെ റേഷാപ്പ് ഓളെ റേഷാപ്പിന്റെ ഇതില് കാർഡിൽ ഓളെ പേരായപ്പോഴേ ഓളെ അവിടെ തിന്നാൻ തരുന്നേ ഞാനാണ് കുടുംബനാഥ അതുകൊണ്ടാണ് എന്റെ പേരിലാക്കിയിരിക്കുന്നത് എനിക്കറിയില്ല എന്താ മറ്റേ കൊണ്ട് കൊടുത്തോ ഏത് യൂണിഫോം ആ യൂണിഫോം ഇബ്രുവിന്റെ കരാട്ടന്റെ അല്ലേ ഞാനവിടെ ജോലിക്ക് അസംബ്ലിന് അപ്പൊ എനിക്ക് ആണ് പോയ മടി ഇങ്ങനേന് അതിൽ എൻ്റെ ചെങ്ങായും എൻ്റെ കുട്ടിയും വരും അപ്പം ഞാൻ ചോദിച്ചു ഓനെ മീറ്റിങ്ങിനൊക്കെ ഉണ്ടായിട്ടുണ്ടല്ലോ ഞാൻ ചോദിച്ചു കുട്ടി എത്രയിൽ ചോദിച്ചു അപ്പോൾ പറഞ്ഞു ഒന്നിലാണ് തോന്നുന്നത് അവനക്ക് തന്നെ അറിയില്ല അപ്പോൾ അവളോട് ചോദിച്ചപ്പോൾ ഒന്നിലാണ് ഒന്ന് സീലാണ് ചോദിച്ചാൽ ഈ ആദമിൻ്റെ ക്ലാസ്സിലാണ് അന്ന് അതുകൊണ്ട് കൊടുക്കൂടി അവർ കൊടുത്താൽ അതിന്റെ അസംബ്ലി ഉണ്ടാവും വെയിലത്തല്ലേ വെയിലൊന്നുമില്ല ഫസ്റ്റ് ഫ്ലോർ ഉണ്ടാവില്ലല്ലോ ഉണ്ടാവുമല്ലോ LKG ചിലപ്പോൾ വേറെ മീറ്റിംഗ് കഴിക്കാനാ ഒപ്പാവില്ല കാരണം അവിടുന്ന് ഐറ്റങ്ങളൊക്കെ കൊണ്ടുവന്നാലേ പിന്നെ അതേപോലെ കൊണ്ടായ ഭയങ്കര ബുദ്ധിമുട്ടുണ്ട് ഞാൻ എന്നാ അരി പോയി കൊണ്ടുവരാം ചക്കരിയോ ഗായ്സ് റേഷാപ്പ് പോയിട്ടോ ചായ കുടിച്ചിട്ടില്ല രാവിലെ ഓള് ചായ കുടിച്ചേനി ഞാൻ രാവിലെ തന്നെ മണ്ടിപ്പാച്ചില്ല കുട്ടിക്ക് യൂണിഫോം ഉണ്ടേ കൊടുക്കാൻ പോയി ഒന്ന് കുട്ടിക്ക് റേഷൻ ഇത് കൊണ്ടേ കൊടുക്കാൻ പോയി പിന്നെ അതേപോലെ റേഷാപ്പിക്ക് ഞാൻ അരി വാങ്ങാൻ പോവാണ് തന്നെ നമ്മൾ കുറേ ആൾക്കാർ ഇത് നമുക്ക് ഇവിടെ ഒരു പണിയില്ല ഇവിടെ ഏറ്റവും കൂടുതൽ പണിയെടുക്കണേ ഞാൻ അല്ലേ ആ പോയോക്കട്ടെ ഗൈസേ നരി ഓ ജാളിയാ കേട്ടോ മട്ടരി ഉണ്ട് പച്ചരി ഉണ്ട് പിന്നെ ഞാൻ കേസിൽ റേഷൻ കാർഡ് 5 കേസിലുണ്ട് അങ്ങനെ കിട്ടൂലേ ഇത് 7 കിലോ ചാക്കരി പിന്നെ 5 കിലോ ചാക്കരി ഇത് പച്ചരി പിന്നെ 3 കിലോ മട്ടരി വാങ്ങിയാൽ മതി പക്ഷെ പച്ചരി കഴിഞ്ഞു പിന്നെ വാങ്ങാം ഈ ചെരുപ്പ് ഇട്ടാലേ വണ്ടി ഇറങ്ങാണ്ട് ഇതാവും കേട്ടോ എനിക്ക് ഇടാൻ എടുത്തച്ചാ അപ്പൊ ഈ പൈസ കൊടുത്താണ്ട് വാങ്ങുമ്പോ ഈ സാധനം ഇങ്ങനെ ഈ ലൂസാലേ ഇത് ഓൺലൈനിൽ വലുത്തനക്കൊക്കെ കാണിച്ചാ കേട്ടോ അപ്പൊ എനിക്കത് റിട്ടേൺ കൊടുക്കാൻ പറ്റാ എന്ത് എവിടെ ചെയ്തിട്ടല്ലേ നോക്ക് എങ്ങനെയുണ്ട് ഞാൻ ഇട്ടിട്ട് ചരക്ക് ലുക്ക് അല്ലേ ഞാൻ അതിടുമ്പോ ട്രൗസറൊക്കെ ഇട്ട് കണ്ടിടുമ്പോ ഇവിടാനെ അറിയിക്ക
ചായ എടുത്തിട്ട് ചായ എടുത്തിട്ട് ഞങ്ങളെ രണ്ടാളിന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നു. ആ ടിഷനും ജിബുനില്ലേ എൻ്റെ പല്ലിന് പൊത്തടക്കാനും ടിഷക്ക് ചുമയും കഫക്കെട്ടില്ലേ. എന്ത് ഡ്രസ് ആക്കണേ കുറച്ച് കഴിയട്ടെ നിങ്ങൾക്ക് എന്താ പരിപാടി? ആ എന്താണ് പരിപാടി? എന്ത് ചായ കുടിച്ചോളി. 3 നേരം വെട്ടി വിഴുങ്ങാനുള്ള അരി സാധനങ്ങളും വാങ്ങി കൊടുത്തിട്ടാണ് എനിക്ക് ഇവിടെ രാവിലെ ചായ കിട്ടിയത് ഗൈസ്. മനസ്സിലാക്കണം നിങ്ങള്. അതെ എടാ അതിന്റെ സൗണ്ട് ഓഫ് ആയിക്കാ. ഒരു നേരത്തെ ചായക്കും വേണ്ടിട്ട് ജിബ്രാൻ പറഞ്ഞ കേട്ടോ. എന്നെ ട്യൂഷന് ഞാൻ പാട്ടർ ഉണ്ടാക്കി തരും കേട്ടോ. കോപ്പിറൈറ്റ് എന്റെ ചാനൽ പൂട്ടിച്ചാൽ പരിപാടികള് ആണോ ടിഷ? അങ്ങട്ടല്ലേ കാലാക്കിയത്? ഫുള്ള് തല തിരിച്ചിക്കണോള്. ഞാൻ എന്നും പറയും നാളെ ഇജ്ജ് പറയുമ്പോഴൊക്കെ മറക്കണം. ഇന്ന് എന്തായാലും വാങ്ങും. അല്ല ഇന്ന് എന്തായാലും വണ്ടൂർക്ക് പോകണല്ലോ ജിബ്രാൻ ആശുപത്രിക്ക്. അപ്പണ് വാങ്ങും. ഓക്കെ എന്ത് ഡ്രസ്സാണ് ഇജ്ജ് പറയുന്നത്? നേരത്തെ ഉണ്ടല്ലോ പറയുന്നത്. എന്താ എനിക്ക് ആർക്കെന്താ ഒരു ഡ്രസ്സ് ഇടാല്ലോ ഇവിടെ? ജുള്ള ഇട്ടാ മതി കേട്ടോ. എനിക്ക് ഞാൻ പൈസക്ക് ടൈറ്റില്ല. നേരത്തെ ഞാൻ ഡ്രസ്സാണ് എടുത്തിട്ടുള്ളത്. ഇതാ ഞാൻ കൂടെ പറയിച്ചില്ല റാഷിദ കേട്ടോ. അവസ്ഥ മനസ്സിലാക്കി ജീവിക്കാൻ പഠിച്ചു. കുട്ടിന്റെ മേത്താണ് വെക്കണത് ഫോണോണ്ട്. ഡ്രസ് വാങ്ങലില്ലല്ലോ കല്യാണത്തിന്. നമ്മള് ഏത് കല്യാണത്തിനും ഞാനിത് കല്യാണത്തിന് വാങ്ങേണ്ട അവസ്ഥ വന്നിട്ടില്ല. പിന്നെന്താ അതിന് ഒരു കല്യാണത്തിന് ഒരു ഡ്രസ് തന്നെ ഇടാൻ പറ്റുള്ളൂ എന്നൊന്നുമില്ലേ കേട്ടോ. എന്ത് ഓളതല്ല എന്റെ അല്ലല്ലോ. ഞാൻ അതൊരു കഴിക്കട്ടെ കേട്ടോ. കുറച്ച് സമാധാനം കൊണ്ടാ. ഒരു ഗ്ലാസ് വെള്ളം കൊടുത്താ അങ്ങനെ വെറുതെ ഇരിക്കാതെ എന്തെങ്കിലുമൊക്കെ ഒരു പണി കിട്ടും. കൊണ്ടുവരടി വച്ചല്ലോ ഗസ്തർ കഴിക്കട്ടെ കേട്ടോ. നോക്കിയാ കൊതിക്കുള്ളില്ലേ പോലെ ടീഷ ബേബിയാണ് അന്ന് വിളിച്ചണേ. അതിനൊന്ന് നോക്കി നോക്കാ. ഞങ്ങൾ തറവാട്ട് പോയരട്ടെ ടീഷനെ ഈ വെയിൽ നോക്ക റാഷിദ്. എനിക്ക് എങ്ങനെയാണ് പറയാൻ തോന്നണേ? അന്നെ സമ്മതിച്ചിട്ടേ ഇപ്പൊ പനി ഞാൻ അടച്ച് ആളെ പോരട്ടെടി തറവാട്ട് പോരട്ടെ. അപ്പൊ ഗൈസ് അങ്ങനെ ഞങ്ങള് തറവാട്ടിലേക്ക് പോവുകയാണ്. തറവാട്ടിൽ പോയിട്ട് ഇപ്പൊ 3-4 ദിവസമായി. ഇന്നലെ രാത്രി ഒന്ന് പോയി നട്ടപ്പാതിരക്ക്. ബിരിയാണി കുറച്ച് ബാക്കിയുണ്ട്. ഞാൻ കൊണ്ടേക്ക് പറഞ്ഞുണ്ട്. അപ്പൊ അത് കൊണ്ടുവരാൻ വേണ്ടിട്ട് പോയതേന്. പിന്നെ ഇടക്ക് ഉമ്മാൻ്റെ അടുത്തൊന്നും ഇങ്ങനെ പോയി കുറച്ച് സല്ലപിച്ചിട്ടില്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാലോ. നമ്മളെ സ്ഥലാട്ടോ ഗൈസ്. റംബുട്ടാൻ വെച്ചിട്ടുണ്ടേ. എന്ത് മുട്ടോളം ചോണനുറുമ്പ് മുട്ട എങ്ങനെയാണ്? തേറ്റിട്ടും എങ്ങനെയാണ്? മഴേ മരോ നാളിലേ മരം പൊളിഞ്ഞാടിയില്ലേ? എന്നിട്ട് ബസ് ഇതിൽ കൂടെ സൈഡിൽ കൂടെ പോയി. ചെറുക്കനെ നല്ല ഓർമ്മയുണ്ട്. നല്ല ഒബ്സർവേഷൻ കപ്പാസിറ്റി ഉള്ള ഒരു കുട്ടീനെയാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത്. അതായത് ആ കുട്ടിയുടെ പേരാണ് ലായിക്ക് ജിബറാന്. എന്താണ്? ജിബാനല്ല ജിബ്രാന്. അന്റെ പേര് എനിക്ക് പറയാൻ അറിയില്ല. പറഞ്ഞ കേട്ടോ ശരിക്കും പറയും. ഇപ്പൊ ഇതാക്കണ മറ്റേ ചാവി എടുത്ത പാവക്കുട്ടിനെ ഇങ്ങനെ ചാടി. ലായിക്ക് ജിബ്രാൻ ജിബാനല്ല അടക്ക് ജിബ്രാൻ പറ. പറയാൻ കഴിയൂലാന്നോ? എന്ത്
അങ്ങനെ ഗായ്സ് നമ്മൾ തറവാട്ടിൽ എത്തിയിരിക്കുകയാണല്ലോ. തറവാടിൻ്റെ വഴിയൊക്കെ ഉണ്ടല്ലോ നിങ്ങൾ. റോഡൊക്കെ ഇവിടെയൊക്കെ ഫുള്ള് കാടല്ലേ. ഇനി അതൊക്കെ വെട്ടി വൃത്തിയാക്കി ഇപ്പോൾ മതിലൊക്കെ കെട്ടിയതിന് മുൻപാകെ ഫുള്ള് ക്ലീനായി. ചിലപ്പോൾ ഇപ്പനെ നമ്പാൻ പറ്റില്ല. ഇപ്പം ചിലപ്പോൾ ഇവിടെ കുറേ കുഴിച്ചിട്ടാണ് ഇവിടെ കാടാക്കും. പിന്നെ മതിൽ കാണാത്ത അവസ്ഥയാവും. ചെടി വളർന്നു ചെടിയാണെന്നാ പറയാ ഫുള്ള് കാടേക്കാരം അല്ലേ. ആരാണ് അങ്ങനെ ചെയ്യല്? ഇപ്പ തറവാട്ടിലെത്തിയിരിക്കുകയാണ് ഗായ്സ്. മോ ചുമ്മോ കൈ കുട്ടുങ്ങും. നോക്കിക്കോടുന്നു ജയ് അയിമ കയറിയാണ്ട് വല്ല അടിച്ചാൽ നിൽക്കരുത് കേട്ടോ കേട്ടോ. ഇമ്മന്ന് ഇവിടെ അല്ലോ ഒന്ന് നമ്മൾ തറവാട്ടിക്ക് പോയാലെന്നാ. അവിടുത്തെ തറവാട്ടിക്ക് അവിടെ ഉണ്ടാവും ചിലപ്പം അമ്മ. നമുക്ക് നടക്കാൻ ബുദ്ധിമുട്ടുണ്ടോ? എന്നാ ഇവിടെ നിന്നാട്ടോ ഞാൻ പോയി വരട്ടെ. നമ്മളെ വീട്ടിൽ തന്നെ പോവാല്ലേ? തറവാട്ടിക്ക് പോകണ്ട? വലിയമാരടുത്ത് പോകണ്ടേ? നമുക്ക് നടക്കാൻ കയറുണ്ടോ? എന്നാ ആദ്യം ചെരുപ്പ് തല തിരിച്ചിട്. ഏത് കാൽമേലാറ്റി ഇടുന്നത്? ഫുള്ള് തലതിരിവ് 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 അല്ലേ? ആ തലതിരിവിൻ്റെ ആൾക്കാരാണൊക്കെ. ശരിക്കും ഇടടാ ജീറാബേ. നമുക്ക് ആശുപത്രി പോണ്ടേ? നടന്ന് കണ്ടല്ല, നടന്ന് കണ്ടോ? അത് ഫുള്ള് നടത്തുകയാണല്ലോ. അപ്പോൾ അവനൊരു പേടി. നടന്ന് കണ്ടാണോ? നടന്ന് കണ്ടല്ലടാ, വണ്ടി കാണ്ട്. സ്കൂട്ടിമേലല്ലടാ, ബൈക്കുമ്മേ. ആ സൈഡിക്കുന്നടാ, അയച്ചാൽ കൂടെ നടക്കല്ലേ. മുട്ടോളം കേറിയല്ലോ ചോണനുറുമ്പേ, ആയിട്ടും പോകണില്ല ചോണനുറുമ്പേ. ഓ ബായല്ലേ. അങ്ങനെ ഗൈസ്, അപ്പൊ നമ്മളിന്ന് തറവാട്ടിലൊന്ന് പോകരുത് വന്നത്. ഇനി അപ്പൊ തറവാട്ടിലെത്തിയപ്പോ അവിടെ ആരും ഇല്ല അല്ലേ, ആരും കാണാനില്ല. അങ്ങനെയാണ് ഞങ്ങൾ ഇതികൂടെ അതികൂടെ പോകാൻ കഴിയില്ലല്ലോ, ഇല്ല. അങ്ങനെയാണ് ഞങ്ങൾ തറവാട്ടിലേക്ക് പോകാമെന്ന് വിചാരിച്ചത് അല്ലേ. ആ വല്യമ്മാമ്മൻ്റെ. അപ്പോൾ വല്യമ്മാനടുത്ത് പോയിട്ട് കുറേ കാലമായിക്കണ് അല്ലേ. വല്യമ്മാനടുത്ത് പോവാം. അപ്പോൾ സബ്സ്ക്രൈബേഴ്സിനോടൊക്കെ പറയാം, നിങ്ങൾക്ക് വല്യമ്മാരൊക്കെ ഉണ്ട്, വല്യമ്മാരൊക്കെ അടുത്ത് ഇടയ്ക്ക് പോയി കാണാം. അതിനൊക്കെ ഒരു മാതൃകയാണ് ഞാൻ കേട്ടോ. ഓക്കെ. ആ വീടുണ്ടാക്കണ്ട. എന്തുകൊണ്ട്? ഇപ്പച്ചി ഞങ്ങൾക്ക് വീടുണ്ടാക്കി, അതുകൊണ്ട് നമുക്ക് വീടുണ്ടായി. ഇതാണ് നമ്മളെ തറവാട്, മനസ്സിലായി? ഈ വീട്ടിൽ ഇനി ഇപ്പച്ചൊക്കെ, ഇതിൻ്റെ പഴയ വീട്ടിൽ ഒരു റൂമിൽ 5 ആളൊക്കെ കിടന്നേന്, മനസ്സിലായോ? അവിടെ ഗായ്സ്, അങ്ങനെ ഞങ്ങൾ തറവാട്ടിലെത്തിയിരിക്കുകയാണ്. ഞങ്ങൾ നടന്നങ്ങോട്ട് പോന്നു. ഓനക്കൊരു പൂതി. പിന്നെന്താ, വല്യമ്മാനടുത്തേക്ക് പോകുക, വല്യമ്മാനടുത്തേക്ക് പോകുക. അവിടെ ആരും ഇല്ല. ഒന്ന് അവിടെ കൊറേ വാതിൽ മുട്ടി നോക്കില്ലേ അജിബ? വെല്ലടിച്ച് നോക്കി. ആ മഞ്ഞപ്പിത്തത്തിന്റെ എന്തോ ഇതുണ്ട് പറഞ്ഞില്ലേ? അതിനല്ല, ഓളെ ഗർഭിണിക്ക് മഞ്ഞപ്പിത്തായി നോക്കുന്നുണ്ട്. നിങ്ങളിന്റെ ചാനൽക്കപ്പം തുപ്പി യൂട്യൂബ് ചാനലിക്ക് എവിടെ മാമിക്കപ്പോ
ഓളെ നാട്ടാക്കിനൊക്കെ സോനു ഡാ സോനു ഓന്മോ താനും ശ്രീനുമൊക്കെ സ്കൂളിൽ പോയില്ലേ ചോറിനത്തെ കൂട്ടാന് പോയി ഏ പോയി യാ റബ്ബി നാടനോ നാടൻ കോഴിക്കാളെ ആകെ 2 കോഴിക്കൾ ആകെ 2 ഉള്ളൂ ചെങ്ങപ്പട്ടേറ്റ് പിന്നെ മേടിച്ചേ അല്ലാതെ എവിടെ പോയി ഡയലി ചിക്കൻ അവിടെ അല്ലേ ഞങ്ങളെന്നും ചിക്കൻ നിങ്ങളാദ്യം ഞങ്ങള് മീൻ വാങ്ങല്ല മീമാണെങ്കിൽ മീൻ വേണം നിങ്ങക്ക് ചിക്കൻ പറ്റൂലല്ലോ സാധാ പറ്റന്നെ ചിക്കൻ പറ്റുള്ളൂ കോഴി ഇറച്ചൊന്നും പറ്റും മീൻ ഇറച്ചൊന്നും പറ്റും ഞാനും കരുതി കോഴിനല്ല മീന് മണിക്കെന്താ മണി കൊണ്ടുവന്നു ഏതാ മണി കൊണ്ടുവന്നു കൊണ്ടുവന്നില്ലേ എന്താ വേണ്ടി ആട്ടി വിട്ടതാണ് അവിടെ കുഞ്ഞോള് തന്നെ അവൻ തുടക്കണോടത്ത് കൂടി ഒക്കെ കുട്ടീനെ നോലൊളിപ്പിച്ച അവളൊരു പണിയെടുക്കാനേ ആയിരിക്കൂല കേട്ടോ അഞ്ച് വന്നോട്ടോ ഇഞ്ഞോളെ ആട്ടി വിട്ടു വേണം കേട്ടോ ഇബാ പോകല്ലെന്നാ ഞങ്ങൾ പോയാലോ ഇല്ല വേണം ചായ ഒന്നും വേണ്ടല്ലോ മധുരം ഷുഗർ കട്ടാണോ എന്താ മാറ്റേ മധുരം പറ്റൂല മുട്ടായി ഒന്നുമില്ല മുട്ടായി ഓനെ മുട്ടായി തിന്നില്ല അല്ലേ എനിക്ക് ഇഷ്ടമല്ലല്ലോ മുട്ടായി ഒന്നും അതിൻ്റെ അപ്പാൻ്റെ ഞങ്ങൾ കൊണ്ടുവരില്ല കേട്ടോ അതിൻ്റെ അപ്പ എപ്പോഴും കൊണ്ടുവരും ഞങ്ങളിവിടെ ആരും ഒരു ചെരുപ്പ് ഇതാക്കണ പോട്ടെ പുളിങ്ങ ഉണ്ടല്ലേ അച്ചിപ്പുളിങ്ങ ഗൈസ് അപ്പം നമ്മളൊക്കെ ചെറുപ്പത്തിലേ ഇതിൻ്റെ ചോട്ടിൽ നിറച്ച് പുളിങ്ങ ഉണ്ടാവും അതായത് ചെറിയ അച്ചിപ്പുളിങ്ങ അങ്ങനെ ഉപ്പും കൂടി തിന്നാണ്ടല്ലോ കിട്ടും ഇവിടെ എവിടെയെങ്കിലൊക്കെ ഉണ്ടാവും ഉണ്ടാവണുള്ളൂ അല്ലേ എവിടെ നിങ്ങൾക്ക് അവിടുന്ന് കാണുന്നുണ്ടോ ഇതോ അത് പറ്റൂല അത് പറ്റൂലേ ഇതോ അത് പറ്റൂല ആകെ ചെറിയ പൊട്ട തിന്നുമ്പോൾ കുറച്ച് വലുത് ഇങ്ങനത്തെ കിട്ടണം കണ്ടോ ഗൈസ് കണ്ടോ തിന്നുമ്പോൾ ഇങ്ങനത്തെ ഇങ്ങനെ കിട്ടണം കണ്ടോ ഗൈസ് കണ്ടോ കൊതി കൂടരുത് കേട്ടോ ഗൈസ് കണ്ടോ ഇതാണ് നമ്മളെ അച്ചിപ്പുളിങ്ങ ആ നിക്കാവിനോ ഞായറാഴ്ചത്തിന് പോണ് തിങ്കളാഴ്ച പരിപാടി ആ പിന്നെ ആലോചിക്കാം എന്തെങ്കിലുമൊക്കെ ചെയ്യാം എന്നാ ജീബാ തിന്നോ എവിടേക്ക് കടിച്ച ഇങ്ങനെ കൊണ്ടുപോയിക്കോ ആ അന്ന് ഹിരോഷിമ അതിനാണല്ലേ എങ്ങനെയുണ്ട് ഗൈസ് ഓക്കെ ആ അന്ന് ഹിരോഷിമ അതിനാ ജപ്പാനിൽ ബോംബിട്ട ദിവസം ഹിരോഷിമ നാഗസാക്കി അതെത്താ ഇവിടെ അതിനങ്ങൾ ചെറിച്ചത് ബോംബടി രാഗം തീ പിടിച്ച് മരിച്ചതായിരുന്നു 1-ാം ലോക മഹായുദ്ധ സമയം നിങ്ങളൊക്കെ ഉണ്ടായില്ല അന്ന് യുദ്ധം നടക്കുമ്പോ എന്ത് ബോംബോ പറയാൻ പറ്റില്ല ഇസ്ലാരാനെ പോലെ നിങ്ങളൊക്കെ സ്വലാത്ത് മല കൈ പിടിച്ചാന്നില്ല എല്ലാ സ്വലാത്തല്ലല്ലോ ആരെയും ഭർത്താൻ പറയുമ്പോ ചെല്ലൂല ആരെയും ഭർത്താൻ പറയുമ്പോ ചെല്ലൂലോ ഞങ്ങള് പോവാ പോലെ മെച്ചി കൊടുക്കട്ടോ ഒന്ന് എന്ത് സാഫ്സിട്ടടക്കലാണോ അതിന് പോല് കൂറുക ആ കുഴമ്പില്ല ആ കുഴപ്പം പോയി വാക്ക് പോയി എന്തോ കിട്ടും ഞാൻ പൈസ എടുക്കാൻ വരുമ്പോ നോക്കി കുഴമ്പിട്ടില്ല പിന്നെ വീട്ടിലൊക്കെ ഉണ്ട് ഞങ്ങൾ പോയിട്ടോ അത് അതിനാ വെയിലത്ത് നടക്കൂല കുഞ്ഞോട് കൊറേ പറഞ്ഞു ഞാൻ കൊണ്ടുവരായിട്ടാ ഞങ്ങൾ പോയി അസ്സലാമലൈക്കും എടാ സലാം പറയടാ വലിയ മഴ സ്ഥലം എന്നൊന്നും വേണ്ട എന്താ ജീബ
വയ്യെത്തുമ്പോ ഞാൻ പറഞ്ഞു കേട്ടോ. അപ്പൊ ഗൈസ് ഞങ്ങൾ മടങ്ങി നമ്മളെ പഴയ വീടിന്റെ അവിടെ എത്തിയില്ലേ. പക്ഷെ ഇവിടെ മമ്മി വരൊന്നും ഇല്ല കേട്ടോ. മമ്മിയൊക്കെ മഞ്ചേരിക്ക് പോയിക്കണം. ഞങ്ങളെ മറന്നുകൊണ്ട് പോകുന്നത് ഇല്ലേ. പിന്നെ അമ്മമാനെ വല്യമ്മാനൊന്നും കാണാനായില്ലേ. ഞങ്ങളെ സ്വഭാവം വെച്ചാൽ കണ്ടന്റ് ഇല്ലെങ്കിൽ ഞങ്ങള് കുടുംബ ബന്ധങ്ങൾ സ്ഥാപിക്കൂല്ലേ ജിബ്ര. കണ്ടന്റ് ഇല്ലാന്നുണ്ടെങ്കിൽ ഞങ്ങൾ കുടുംബത്തിൽ കൂടെ ഒക്കെ ഒന്ന് ഇങ്ങനെ നടന്നു പോകും. അപ്പോൾ എന്തായി കണ്ടന്റായി. നല്ല ഐഡിയ അനുസരിച്ച് കള്ളനായിയെ എൻ്റെ ഓരോ കണ്ടന്റ് ഇറങ്ങാണ്ട് കമന്റ് അടിച്ചതെന്നാണല്ലോ. ഞാൻ പോയി വരട്ടോ. ഇബ്രുവിനെ സ്കൂളിൽ നിന്ന് വിളിച്ചിന് മിസ്. എന്താ അവന് കരാട്ട ദൈങ്ങാണ്ടേ കരാട്ട പഠിച്ചപ്പോ കാലെന്തോ മടങ്ങി ഇറങ്ങാണ്ട് ഇഞ്ച ആൽമ നോക്കിയിട്ട് കാര്യമില്ല. ഓന്റെ കാലം മടങ്ങിയത്. ആരൊടിഞ്ഞിട്ടൊന്നുമില്ല. ഞരമ്പ് ഇങ്ങനെ പൊള്ളച്ചിക്കണ കാരണം എന്താണ് ഇതറിയില്ല. ഓൻ കരയുണ്ടായിരുന്നു. ഓൻ്റെ ഐറ്റംസ് എന്തെങ്കിലും ആക്കിയിട്ടുണ്ട്. ഇപ്പൊ യൂണിഫോം കൊണ്ടുവന്ന് പോയത് ഞാനാണ് പിന്നെ കൊണ്ടുപോയി കൊടുത്തത് രാവിലെ സ്കൂൾക്ക്. യൂണിഫോം മറ്റേ കരാട്ടന്റെ യൂണിഫോം കിട്ടോ. എന്ത് ആ കൈ കൊണ്ട ഇറങ്ങ. അവിടുന്ന് ആദ്യം അവിടുന്ന് ഇറങ്ങി നിലത്ത് നിൽക്കാൻ പഠിച്ചു. വെറും കാലൊടിനെ പൊരുത്തന്റെ കാലൊടിച്ചിട്ട് കൊണ്ടുവരാൻ പോവുക. അത് ഓനക്ക് മാത്രമല്ല എല്ലാത്തിനും കുറച്ച് കൂടുതലാ. ഒറ്റൊന്ന് രണ്ടാലും തലയും കുത്തി നടക്കുക, ചെരുപ്പ് തലയിരിച്ചിടുക, കുപ്പായം തല പരിക്ക് കുറവെന്ത് ഓരോ സ്വഭാവത്തിനനുസരിച്ചുള്ള പരിക്കില്ല. എന്ത് ഇടയ്ക്ക് സ്റ്റിച്ച് ഇടണ്ടിരുന്നുള്ളൂ. ഞാൻ പോയിട്ടെന്നാ അവനെ പോയി കൊണ്ടിട്ടെ കരയുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ഗായ്സ് നമ്മൾ ഇബ്രുവിനെ കൊണ്ടുപോവുകയാണ്. അങ്ങോട്ടെ ഇബ്രു കാലിനോട് പരിക്ക് ഇവിടെയാണ് അല്ലേ. അതായത് ഇതിൻ്റെ ഇവിടെ ഒരു പ്രശ്നം വന്നിട്ടാണ് അല്ലേ. ഇതാ ഇവിടെ അങ്ങനെ വീക്കാം. അതായത് അവൻ കരാട്ട ക്ലാസ്സിലേ വീണാണെന്ന് പറഞ്ഞു അല്ലേ. പാൻറ് തട്ടി കഴിഞ്ഞു വീണ ഇതൊക്കെ ഇബ്രുവിന്റെ ഫാൻസ് ആട്ടോ അല്ലേ. അല്ലേ നഞ്ഞു പോട്ടെ പോവാ. ഹലോ എടാ ഒരു ഗ്യാപ്പ്. അങ്ങനെ ഗായ്സ് ഞങ്ങൾ ഇബ്രുവിന്റെ സ്കൂളിൽ നിന്നും ഇബ്രുവിനെ നേരെ നമ്മളാദ്യം പോയത് എക്സ്റേ എടുക്കല്ലേ. എക്സ്റേ എടുത്ത് വെച്ചേ കാലിലിങ്ങനെ ചെറിയൊരു തൊലിക്കുള്ളൊരു തുടിപ്പുള്ളത്. പിന്നെ ഞാൻ എന്താ വെച്ചാല് എല്ലിനകത്ത് ഒരു പരിക്കുണ്ടോ നോക്കാൻ വേണ്ടിയിട്ടാണ് എക്സ്റേ എടുക്കുന്നത് കേട്ടോ. ഓക്കെ, അല്ലാതെ ഞാൻ വലിയ സംഭവമാക്കാൻ നിൽക്കണ്ട. വലിയ പരിക്കാണ് ഇറങ്ങാണ്ട് ഇങ്ങനെ പെരി കൂടെ നടക്കണ്ട. ഓക്കെ കഴിയോ ചെപ്പ് കേട്ടോ. ഇനി കുറച്ച് ദിവസത്തിന് സ്റ്റെപ്പ് എടുക്കൂലല്ലോ കരാട്ടന്റെ. കുറച്ച് ദിവസത്തിന് സ്റ്റെപ്പ് എടുക്കൂലല്ലോ പെരയില്. അങ്ങനെയുണ്ട് എക്സ്റേ എടുത്തപ്പോ അറിഞ്ഞിട്ടില്ലല്ലോ. വലിയ സംഭവമാണ് ഇതില് മെഷീനൊക്കെ കണ്ടപ്പോ. മുമ്പെടുത്തേക്കണോ? പ്രശ്നമൊന്നുമില്ലെങ്കിൽ ഡോക്ടറെ കാണിക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, അതുണ്ടോ തൊലിപ്പുറത്താണതേ. നോക്കാം നമുക്ക് എക്സ്റേയിൽ എന്താ പറയാൻ നോക്കാം കേട്ടോ. എങ്ങനെയാ പോ അങ്ങനെ ആയത്? വലിയ അർത്ഥ കൊല്ലക്കൂടുന്നതാണ്. അത് ഞാൻ എന്താ
ബസ്സൊക്കെ പാക്കായി അങ്ങോട്ട് പോയിച്ചും ബൈക്കൊക്കെ അപ്പൊ ഈ ഫാൻ പോയിട്ട് പോണപ്പോ ഈ ഫുട്ബോളെല്ലാം അങ്ങോട്ട് അടുത്തൊരുണ്ടാകാണ്ട് പാൻറ് നീട്ടിയില്ലേ. പക്ഷെ വേറെ കുഴപ്പമില്ല, എല്ലാത്തിനും ഉമ്മച്ചിനെ കുറ്റം പറഞ്ഞ പരിപാടി നിർത്തിക്കോ കേട്ടോ. കാരണം എൻ്റെ അങ്ങനെ വണ്ടി കൊണ്ടാണ് പോകുന്നത്. ഇത്രയും കാലം വീണിട്ടില്ലല്ലോ ഈ പാൻറ് ഇട്ടാണെങ്കിൽ ഇത്രയും ദിവസം പോയിന് അല്ലേ? ഇതുവരെ വീണിട്ടില്ലല്ലോ. ആ ഇപ്പോഴല്ലേ വീണ്? ആ അപ്പം എൻ്റെ പോക്കിൻ്റെ പ്രശ്നമല്ലേ? അബ്രുവിനോട് ഇപ്പൊ പറഞ്ഞിട്ടില്ലല്ലോ പോയിരുന്നത്. അബ്രു എന്നെ കാണാതെ ഇടങ്ങാറാവോ? അങ്ങനെ ഗൈസ് ഞങ്ങൾ വീട്ടിലെത്തിയിരിക്കുകയാണ്. പ്രശ്നമൊന്നുമില്ല. ഞാൻ എക്സ്റേ എടുത്തു നോക്കി. വീക്കല്ല, ചെറിയൊരു ഇങ്ങനെ പൊള്ളവും കെട്ടുമല്ലോ നമ്മൾ ഈ കാല് പൊള്ളിയാലൊക്കെ. അങ്ങനത്തെ ഒരു ചൂടാക്കണ അങ്ങനെ ചൂടായാലൊക്കെ ഉണ്ടല്ലോ ഒരു ഇത് വരില്ലേ, കണ്ടില്ലേ? ഇതാണോ? ആ അങ്ങനെയൊക്കെ തന്നെ കാണുള്ളൂ. അതാണ് വലിയ സംഭവമാക്കിയിരിക്കണത്. ചവിട്ടുമ്പോ വേദന ഉണ്ടോ? കുളിച്ചാണ്ടേ ഡ്രസ്സൊക്കെ മാറ്റുന്നുണ്ട്. നമുക്ക് അത് കെട്ടാം. ഒന്നും ഫുഡൊന്നും കഴിച്ചിട്ടില്ല അവനെ. സ്നാക്സ് ബോക്സ് ഒക്കെ അങ്ങനെ തന്നെ പോകാം. ഇന്ന് ജിബ്രാനും എടുത്തോളാം കേട്ടോ. അത് ലഞ്ച് ബോക്സ് ജിബ്രാനും എടുത്തോളാം. ലഞ്ച് ബോക്സ് അവൻ തിന്നോട്ടെ ഇട്ട് എൻ്റെ ഫുഡ്. എനിക്ക് ഞാൻ ഇവിടുന്ന് പ്ലേറ്റിൽ ചോറുന്നു കേട്ടോ. ജിബ്രാനും വേണ്ടേ? ഇഷ്ടല്ലേ? അവിടെ കുഞ്ഞല്ലേ? ആണോ? പിന്നെ എവിടെ എനിക്ക് പരിക്ക്? എടാ ഇങ്ങോട്ടോക്ക് എന്നാ 4 മേത്തിരുത്ത് നോക്കും ഞാൻ കേട്ടോ. ആരോട്? ഏതൊക്കെ ആയിട്ട് എന്നിട്ട് റിയാ മിസ് കണ്ട് കണ്ട് ഇവിടെയാണ് എന്തോ വീക്ക വന്നേ. വേദന അവിടെ ഉണ്ടാവും മടങ്ങീന്റെ. പക്ഷെ അതൊക്കെ കാണുമ്പോഴാണ് അവർക്ക് പേടി. എന്നിട്ട് കരാട്ടെ ക്ലാസ് അറ്റൻഡ് ചെയ്തോല്ലേ? എന്നിട്ട് ക്ലാസ്സിന് പോയിട്ടില്ലല്ലോ കരാട്ടക്ക്. അവൻ പറഞ്ഞേ റിയാനോട് ഇവരോടൊക്കെ പറയണെന്ന് വെച്ചാൽ ഇമ്മച്ചിന്റെ പ്രശ്നമാണിത്. ഇമ്മച്ചി വലിയ പാന്റ് അടിച്ച് അടുത്ത കൊല്ലത്തിന് ഇടാറിങ്ങാണ്ട് അയിമേലാണ് ഞാൻ തട്ടിത്തട്ടി വീണേ. ഇത്ര കഞ്ഞിയാണ് കുഞ്ഞോൾ സീപ്പ് വെച്ചിട്ട് അടുത്തല്ലത്തിന് ഇടാറിങ്ങാണ്ട്. പാന്റ് ചെരുപ്പ് എവിടെ കിടക്കണേ? അതൊക്കെ ഇവിടെയൊക്കെ ആണെങ്കില് ഇത് ഇവിടെ അല്ലേ ചവിട്ടിങ്ങാണ്ട് എങ്ങനെ മിടിയാട്ടിക്കണത്? പാൻറ്റല്ലേ ഇട്ടിക്കണത്? ഇബ്രാഹിമേ സിമ്പതി കിട്ടാൻ വേണ്ടിട്ട് അന്റെ ഏതറ്റം വരെ പോണ പരിപാടി നിർത്തിക്കൊണ്ടിട്ടോ. അതല്ല ഓനാ വീക്കത് വരെ അതാണെന്ന് പറഞ്ഞില്ലേ, ചെരുപ്പിന്റെ തയമ്പാണെന്ന് പറഞ്ഞില്ലേ? ഞാൻ എന്നിട്ട് എക്സ്റേ എടുത്തപ്പോഴും പറഞ്ഞില്ല. എന്നിട്ട് എക്സ്റേ എടുത്തപ്പോ ഞാൻ അതാ കാണിച്ചു കൊടുത്തത്. നിങ്ങളോട് എന്താ അവിടെ പറഞ്ഞില്ലേ ഇപ്പൊ അപ്പൊ നിങ്ങൾക്ക് കേക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഇന്നത്തെ എന്താ പറയാഞ്ഞെന്ന് വെച്ചേ. ഇന്നത്തെ പറയാഞ്ഞേ ഞാൻ റിയാമൊക്കെ ഭയങ്കര പരിക്കാണല്ലോ പറഞ്ഞപ്പോ എന്താ പറയാഞ്ഞേ? ഈ ഭാഗം ചേപ്പിട്ടിട്ട് ഇതാ ഇപ്പൊ കേൾക്കാൻ മൈൻഡ് പോകലില്ല നിങ്ങള്. അതെന്തായിക്കോട്ടെ. ഇന്നെന്താ പറയാഞ്ഞേ? ഇന്നെന്താ പറയാഞ്ഞത്? ചോദിച്ചാലല്ലേ പറയാ. അതെ എന്റെ കായ് കളഞ്ഞാണ്ട് സ്കൂളിൽ നിന്ന് പോരാല്ലൊരൊക്കെ ആളത്തരം കാട്ടിക്കാണ്ട് ചവിട്ടുമ്പോഴൊന്നും എനിക്ക് വേദന അല്ലല്ലോ ബ്രോ. അത് നല്ലോണം അമ്മരുണ്ടല്ലോ ഇപ്പൊ. മോൾക്കാ മടങ്ങിക്കണ കാല് നോക്ക് നോക്ക്. മോൾക്കല്ല ഇങ്ങനെയല്ല മടങ്ങിയത്. ഇങ്ങനെയുള്ള കാല് മടങ്ങുക. ഇങ്ങനെ മോൾക്ക് മടങ്ങൂല.
സംഭവിക്കുമ്പോ ഇങ്ങനെ വെച്ചെത്തിയ മാതിരി ഉണ്ടാവില്ല നമ്മളെ കാലിങ്ങനെ പോണത്. അതായിരിക്കാം. ഈ ചെരുപ്പിന്റെ ഒപ്പളാണോ പോണത്? ചെരുപ്പില്ലേനിയോ? ചെരുപ്പില്ലേനി? ഈ ഡ്രസ്സേനി? മറ്റേ യൂണിഫോം. ആ യൂണിഫോമിൽ എന്തിനാ ഈ ഡ്രസ്സിന് കുറ്റം പറയണേ? ഈ പാന്റ് ഇട്ടാണ് എനിക്ക് വീണത് ആ യൂണിഫോം ഇട്ടപ്പോഴല്ലേ? ആണല്ലേ? വീണത് ഇതിനാ ഈ പാന്റിനെ കുറ്റം പറയണത്? ഈ പാന്റ് ഇടുമ്പോ ഉമ്പുമ്പോഴാണ് ഈ പാന്റിനെ കുറ്റം നല്ല കുട്ടികളാണ്. ആ യൂണിഫോം ഞാൻ അളവ് കൊടുത്തിട്ടില്ലല്ലോ. വെള്ള യൂണിഫോം പാന്റിന് നല്ല ഇറക്കുണ്ടോ? വെള്ള കരാട്ടന്റെ യൂണിഫോമിന് പാന്റിന് ഇറക്കുണ്ടോ? ഇല്ല. ഇറക്കുള്ള പാന്റ് ഇട്ടിട്ട് വീണിയോ? ഇല്ല. വല്ലാത്തൊരു നോണച്ചേട്ടജി. അപ്പൊ നിങ്ങൾ അതിലാണ് നോച്ചാണ് അല്ല എന്തേ തുറച്ചു നോക്കിയെന്തേ ശരിയാക്കി ആ ചില്ലറൊന്നല്ല. അബ്രുകൊണ്ട് വരട്ടെ, പറഞ്ഞു കൊടുക്കട്ടെ. അല്ല അഭിനയിച്ചാണ്ടല്ലേ സ്കൂളിൽ നിന്ന് ലീവാക്കിയാണോ ഒറ്റപ്പെടുത്തല്? വേദന എനിക്ക് ഉണ്ടാവും ചെലപ്പോ ഇതില്, പിന്നെ മാറിയിട്ടുണ്ടാകും. ആ ഇതില്ലേ ഞാൻ പന്തളിച്ച് വരുമ്പോ എന്റെ കാൽമ തേക്കണ ഇതില്ലേ അതൊന്ന് തേച്ചു കൊടുത്തതാ, കാലിന്റെ കടച്ചില് മാറാൻ. അത് തേച്ചു കൊടുത്താ കഴിഞ്ഞപ്പോ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും വേദന ഇല്ലല്ലോ എന്ന് ചോദിച്ചത്. എനിക്ക് ഈ ഭാഗം മാത്രം മുട്ടിക്കണം. ഈ ഭാഗം അവിടെ വേദന ഉണ്ടോ? ഈ ഭാഗം മുട്ടിച്ചാൽ